ഹേയ് ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഗായ്സ്. ഇന്ന് നമ്മളെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് 78 അല്ലെ, കറക്റ്റല്ലേ? 78 കൊല്ലം ആവാണ് ഗൈസ്. ഓക്കെ, ഭയങ്കര ഹാപ്പിയാണ്. വേറൊരു ഹാപ്പിനെസ് കൂടി ഉണ്ട്. നമ്മളെ ദിൽരത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. ആ പേജിൽ ഫോളോവേഴ്സ് ഒക്കെ കുറവാണ്. പക്ഷെ നമ്മള് കഴിഞ്ഞ 2 മാസമായിട്ട് അതിൽ റീൽ എല്ലാവരും ഉണ്ട്, ഇതിലെല്ലാവരും ഉണ്ട്. ഓരോ ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പൊ അതിന് മുന്നിൽ അതിലൊരു വീഡിയോന് നമുക്ക് 1,50,000 മേലെ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോ അതെ കൈമുട്ട്. അപ്പോ ഞാൻ അതിന്റെ മുമ്പിൽ നമ്മളെ എല്ലാവരും പരിചയപ്പെടുത്തി തരാം. അപ്പൊ ചില ആൾക്കാർക്ക് നമ്മളെ ഈ റീലിലൊന്നും എല്ലാവരും പേരൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ലല്ലോ. അപ്പൊ എന്റെ പേര് ശരത് എന്നാണ്. ഇവരെല്ലാവരും എന്നെ ഭയങ്കര സ്നേഹത്തോടെ ചിക്കു എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇത് എന്റെ വൈഫാണ്, എന്റെ ഭാര്യ ദിൽഷാദാണ് പേര്. നമ്മളെല്ലാവരും കൊച്ചു എന്ന് വിളിക്കും. മാനന്തവാടിക്കാരിയാണ്. നമ്മൾ കണ്ണൂർ നാട്ടോ, കണ്ണൂർ കൂത്തുറമ്പാണ്. ഇത് എന്റെ അമ്മ ജ്യോതി എന്നാണ്. പിന്നെ ഇത് എന്റെ അനിയനാണ് ഉണ്ണി, സൂരജ് ആണ്, ഉണ്ണി എന്ന് വിളിക്കും. ഓക്കെ, അപ്പോ ഇതാണ് നമ്മളെല്ലാവരും. ഇതാണ് വേറൊരാള് മിസ്സിംഗ് ആണ്. അത് നമ്മളെ ദിൽരത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ട എല്ലാവർക്കും മനസ്സിലാവും. അതിൽ രംഗണ്ണൻ ഉണ്ട്, ഒരു വീഡിയോ ഉണ്ട് രംഗണ്ണൻ. ആ വീഡിയോന്റെ ലിങ്ക് കൂടി ഞാൻ വേണം ഇതിൽ കൊടുത്തേക്കാം. നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കൂടെ ഒന്ന് കാണണം. അതിൽ രംഗണ്ണൻ ഉണ്ട്, നമ്മൾ അച്ഛനാണ്. അപ്പോൾ അവര് മൂപ്പര് വർക്കിന് പോയേക്കാണ്. അപ്പൊ നമ്മള് സ്റ്റുഡിയോയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. സ്പെഷ്യൽ വീഡിയോ ആണ്. സാധാരണ സ്റ്റുഡിയോയിൽ എല്ലാവരും പോവാണ്, പക്ഷെ നമ്മളത് ഒരു കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഔട്ട്ഫിറ്റ് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം അതെന്താണെന്നുള്ളത്. ഓക്കെ, ഇത് അല്ല എല്ലാവരും പോയിട്ടുണ്ടോന്നൊന്നും നമുക്കറിയില്ല ഗൈസ്. അപ്പൊ ഇതുവരെ ഇത് സ്പെഷ്യൽ ആണോന്നും അറിയില്ല, ആരെങ്കിലും ഇതുപോലെ പോയിട്ടുണ്ടോന്നും അറിയില്ല. നമ്മൾ വീഡിയോസ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ നമ്മള് മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ ഒരു വെറൈറ്റി ലുക്കിൽ പോയിട്ട് അവിടെ കുറച്ച് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ, എന്താണ് അവർ കുറെ ഡ്രസ്സ് വാങ്ങാൻ കേട്ടോ. വെറുതെ വീഡിയോക്ക് വേണ്ടി പോയല്ല, കുറെ ഡ്രസ്സ് വാങ്ങാൻ. അപ്പൊ പോകുന്ന സമയത്ത് കുറച്ച് വെറൈറ്റി ആയിട്ട് പോയിട്ട് ഒന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഈ ഒരു റിയാക്ഷനിൽ പോവാം. അപ്പൊ അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആൾക്കാരോട്, അവിടുത്തെ സെയിൽസ്മാനോട് ചോദിക്കുകയും ചെയ്യാം. ഇതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പുറപ്പെടാൻ കഴിച്ച സമയം ഓൾറെഡി 11 കാലമായി. നമ്മൾ 10 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. ഈ വീഡിയോന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാം ഫസ്റ്റ് വീഡിയോ ആണല്ലോ. അപ്പൊ കുറച്ച് നിങ്ങൾക്ക് അറിയാലോ, കുറച്ച് ഇതാവും, ടൈറ്റ് ആവും, കുറച്ച് എല്ലാ കാര്യങ്ങളും ഒന്ന് ഒപ്പിച്ച് വരാൻ, പിന്നേക്ക് അങ്ങോട്ട് ശരിയായിക്കോളും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അല്ലാണ്ട് വെറുതെ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ പറയില്ല. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതൊരു ചാലഞ്ച് വീഡിയോ, കൈൻഡ് ഓഫ് ഒരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹലോ ഗായ്സ്, നമ്മള് കണ്ണൂർ സ്റ്റുഡിയോയിലേക്കുള്ള യാത്രയിലാണ് ഉള്ളത്. കാറിലാണ് പോകുന്നത്. ഏട്ടൻ വണ്ടി ഓടിക്കുന്നുണ്ട്, കൊച്ചുണ്ട്, അമ്മയുണ്ട്. എല്ലാരും ഇങ്ങനെ നല്ല റിലാക്സ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അമ്മേനോട് ചോദിക്കാം, അമ്മക്ക് എന്താ പറയാനുള്ളത്? അമ്മ എങ്ങനെയാണ് നമ്മള് ലുങ്കി എടുത്തിട്ട് സ്റ്റുഡിയോ പോകുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം പറയാം അമ്മേന്റെ. തന്നെ കൊച്ചിന്റെ അഭിപ്രായം പറയും. എനിക്ക് മെയിനായിട്ട് നോക്കേണ്ട ആൾക്കാരൊക്കെ എന്താ നമ്മൾ ശ്രദ്ധിക്കുക, അതൊക്കെയാണ് നോക്കേണ്ടത് മെയിനായിട്ട്. അതന്നെ ഇപ്പൊ എനക്കും അറിയണ്ടേ. അറിയില്ല, എനിക്ക് തോന്നുന്നത് ചിലപ്പോ ആൾക്കാരൊക്കെ ഇതൊക്കെ സാധാരണ ആയിരിക്കും. ഇവൻ ഏതാണ് ചിലപ്പോ വിചാരിക്കാതെ, ഇവൻ ഏത് കാട്ടുവാസി എവിടുന്നാണ് വന്നിരിക്കുന്നത്, ഡ്രസ്സിംഗ് സെൻസ് ഇല്ലാത്തതൊക്കെ ചിലപ്പോ വിചാരിക്കും. ചിലപ്പോ ആൾക്കാർ മൈൻഡ് ആക്കൂല. അതൊക്കെ അല്ലെ, പോയിട്ട് നോക്കാം എന്തായാലും എങ്ങനെ ഉണ്ടാവും നോക്കാം. പിന്നെ വേറൊരു നല്ല കണ്ണിന് കുളിർമുള്ള ഒരു കാഴ്ച കണ്ടിട്ടോ. എന്താണെന്നറിയോ, നമ്മള് വരുന്ന വഴിക്ക് ഈ പിള്ളേരൊക്കെ, ചെറിയ പിള്ളേരൊക്കെ, ഈ 4-5 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഈ ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ എടുത്തിട്ട്, ഇങ്ങനെ ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ, അപ്പൊ ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ എടുത്തിട്ട് വരുന്ന കണ്ടായിരുന്നു. ഇഷ്ടംപോലെ സ്കൂളുണ്ട്. നമ്മൾ ഈ കണ്ണൂർ വഴിക്ക്, കൂത്തുറമ്പ് കണ്ണൂർ വഴിക്ക് പോകുമ്പോൾ ഇഷ്ടംപോലെ സ്കൂളുണ്ട്. അവിടെ ഞാൻ പഠിച്ച സ്കൂളുണ്ട്, മമ്പറ സ്കൂളുണ്ട്, പിന്നെ കാടാച്ചിറ സ്കൂള്, കടമ്പൂര്, അതൊക്കെ ഉണ്ട്. അപ്പൊ ഒരുപാട് സ്കൂളുണ്ട്. അപ്പൊ ഇത് പണ്ടത്തെ ഒരു ഓർമ്മയൊക്കെ വന്ന ആ സമയത്ത് നമ്മളെ ഫ്രണ്ട്സിന്റെ ഒക്കെ അപ്പുറം ഇങ്ങനെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഇങ്ങനെ ഫ്ലാഗ് ഒക്കെ വാങ്ങിട്ട് ആ സമയത്ത് സ്കാം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ 5 റുപ്യേന്റെ ഫ്ലാഗിന് ഒരു 20 റുപ്യ വാങ്ങിച്ചാൽ ഇപ്പൊ 5 റുപ്യക്കൊന്നും ഫ്ലാഗ് കിട്ടാനില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഫ്ലാഗിന് 100 റുപ്യ അറിയാം. നമ്മള് കുറെ കാലേ വാങ്ങിയിട്ട് പിന്നെ പണ്ട് സൈക്കിൾ എടുത്തിട്ടില്ല അധികം സ്കൂളിൽ പോവുക. അപ്പൊ സൈക്കിളിന്റെ മുന്നിലെല്ലാം ഇങ്ങനെ ഫ്ലാഗ് ഇടും, ഇങ്ങനെ പോകും. അപ്പൊ അതെല്ലാം ഒരു വലിയ ആവേശമായിരുന്നു. ഇപ്പത്തെ പിള്ളേരിൽ ഇപ്പൊ മോഡേൺ ആയിട്ടില്ല. ബ്ലോക്ക് ആട്ടോ. എനിക്ക് തോന്നുന്നു ഇൻഡിപെൻഡൻസ് ഡേ ലീവായിട്ട് എല്ലാവരും ഓരോ സ്ഥലത്ത് ഓരോ പരിപാടി ഉണ്ട്. അപ്പൊ നമ്മള് സ്റ്റുഡിയോയിൽ എത്തി കേട്ടോ. സ്റ്റുഡിയോ, കണ്ണൂർ സ്റ്റുഡിയോയിലാണ്. അപ്പൊ ഒന്ന് പാർക്കിങ്ങിലേക്ക് പോട്ടെ.
നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു guys. നല്ല തിരക്കാട്ടോ. പാർക്കിംഗ് ഒക്കെ ഫുൾ. ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ വെച്ചോ. ഇതാണ് നമ്മളെ സ്റ്റുഡിയോ. ഇപ്പൊ സ്റ്റുഡിയോയിൽ എത്തി കേട്ടോ. ഇതാണ് ഔട്ട്ഫിറ്റ്. കണ്ട ഔട്ട്ഫിറ്റ് കണ്ടോ? കാണാം, നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം, കയറിയിട്ട് നോക്കാം. നല്ല തിരക്കുണ്ട് guys. നല്ല തിരക്കുണ്ട്. ഞാൻ കാണിച്ചത് ഇത് ഇത്രയും വണ്ടികൾ ഇവിടെ ഉണ്ട്. അത് കൂടാണ്ട് ബേസ്മെന്റ് ഫുള്ളാണ്. ഓക്കെ, ഇതാണ് ഇതാ സ്റ്റുഡിയോ കണ്ണൂര്. അപ്പൊ കേറാവാ. സാധനം വാങ്ങണ്ടേ guys. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇനി ക്യാമറ ആർക്കും കൊടുത്തില്ല, നമ്മൾ ഷൂട്ട് ചെയ്യാൻ. ഓക്കെ ഗൈസ്, ഇത് ലേഡീസ് സെക്ഷനാണ്. സെക്ഷനൊക്കെ മാറി ഇല്ലേ? ആരെ സെക്ഷനൊക്കെ മാറി. ഇത് പെണ്ണുങ്ങളെ സെക്ഷനാടാ. ആടാ, വേണോ ഇത് വേണോ? അതെ, ആൾക്കാർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ആൾക്കാരെല്ലാം നോക്കുന്നത് എനിക്ക് നാളെ ലേഡീസ് അല്ലേ, നമ്മളെ ബോയ്സ് എവിടെയാണ്? ഓക്കെ, പോവാം. ചേച്ചി, ഇവിടെ സ്റ്റുഡിയോന്റെ ലുങ്കി ഉണ്ടോ? സ്റ്റുഡിയോന്റെ ലുങ്കി വരില്ല, അറിയില്ല. അതിന്റെ ബ്രാൻഡിന്റെ ലുങ്കി ഒന്നും വരില്ല. ഓക്കെ, ശരിയാ, താങ്ക് യു. അപ്പോൾ ബോയ്സ് സെക്ഷനിലെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ കേട്ടോ. കുറേ സാധനം എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫുള്ള് ഇത് എത്ര പൈസയാവുന്ന ദൈവത്തിനറിയാം. എന്തായാലും പോയിട്ട് ബില്ലി സെക്ഷനിൽ പോയി നോക്കാം. കുറെ ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് സാധനങ്ങൾക്കൊക്കെ ഓഫർ ഉണ്ട്, കുറച്ച് സാധനങ്ങൾക്കൊക്കെ സാധാരണ വില തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ സൈസ് ഇല്ലാത്ത സാധനങ്ങൾക്കായിരിക്കും കുറച്ചും കൂടി ഓഫർ ഉള്ളത്. കാരണം ഒരു ചിലതിന് എല്ല് മാത്രമേ ഉള്ളൂ, ലാർജ് മാത്രമേ ഉള്ളൂ, അതിനൊക്കെയാണ് ഓഫർ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇത് ബോയ്സ് സെക്ഷനിലെ റിയാക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. ഇനി സെക്കൻഡ് ഫ്ലോർ ലേഡി സെക്ഷനിലെ റിയാക്ഷൻ കൂടി നോക്കാം. ഓക്കെ, എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഈ തലേൻ്റെ ബാക്കിൽ കണ്ടോ, കൊച്ചുവിൻ്റെ നൈസ് അല്ലേ? ഗൈസ്, ഒരു പ്രശ്നം പറ്റി. നമ്മൾ കൂടെ അല്ലേ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത്ര നേരം ഈ സെക്ഷനിൽ, ഈ 149ന്റെ സെക്ഷനിൽ ഉണ്ടായ ആൾക്കാരാണ് ഈ പെട്ടെന്ന് കാണുന്നില്ല. ഇത് തന്നെ കേട്ടോ സ്ഥിരം പരിപാടി. ഇതാണ് ഷോപ്പിങ്ങിന് വരെ വിട്ടാൽ മതി, പിന്നെ കാണൂല ആൾക്കാർ. ഞാൻ കാണിച്ചു തരാം, നോക്കട്ടെ ഇവിടെ എവിടെയും ഉണ്ടോന്ന്. ഇതൊന്നും കാണുന്നില്ലല്ലോ. ഇതാ കിട്ടി. അവിടെ ഉണ്ടായി നിങ്ങളല്ലേ, നിങ്ങൾ തേടി പോയി അപ്പത്തേക്കോ? എന്റെ ദൈവമേ, ഒരു മിനിറ്റ് തിരക്കാക്കല്ലേ, ഞാൻ പറഞ്ഞുതരാം ഏതാ എടുക്കണ്ടത്. ഒരു മിനിറ്റ് വെയിറ്റ് അല്ല. ആ ടൈപ്പ് അല്ലേ? കുറേ ഉണ്ട് ഗൈസ്.
കുറേ ഉണ്ട് കേട്ടോ, തീരുന്നില്ല. നമ്മുടെ സ്റ്റുഡിയോ മുഴുവനായിട്ട് ഇങ്ങോട്ട് വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പോൾ ഷോപ്പിംഗ് ഫുള്ള് കഴിഞ്ഞു കേട്ടോ. അതാ ഇത് കേട്ടോ, ഡ്രസ്സ് കേട്ടോ, നമ്മൾ സ്റ്റുഡിയോ ഫുള്ള് കാലിയാക്കിട്ടോ. ഓഫർ നമ്മൾ ഈ മാസം ഫുള്ള്, ഓഗസ്റ്റ് മാസം ഫുള്ള് ഓഫർ ഉണ്ടെന്നാ പറഞ്ഞത് അല്ലേ? പക്ഷെ ഓഫറുള്ള എല്ലാ സാധനങ്ങൾക്കൊന്നും ഓഫർ ഇല്ല കേട്ടോ. ചില സാധനങ്ങൾക്ക് ഈ സൈസ് ഇല്ലാത്ത സാധനങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്കറിയാലോ, എക്സ്ട്രാ സ്മോൾ മുതൽ XXL വരെയുള്ള സൈസ് ഉണ്ടാവും. അപ്പൊ അതിൽ ഏതെങ്കിലുമൊക്കെ സൈസ് വിറ്റുപോയി ഒന്ന് മാത്രം, ഒരു പീസ് മാത്രം ബാക്കിയാവുന്ന മാത്രം ഈ ഓഫർ. അതിന് വലിയ ഓഫറൊന്നും ഇല്ല. നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ ഈ ഒരു റേറ്റ് ഒക്കെ തന്നെ വരുള്ളൂ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഡിസൈൻസ് ഒക്കെ കിട്ടും. അതിനെ കൊണ്ടാണ് വേണോ? ഹായ് പറഞ്ഞോ? ഓക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ ബാക്കിയുള്ള നമ്മൾ വണ്ടിയിൽ കാണാം. കാരണം ഇതിപ്പോൾ വണ്ടിയിൽ ഡിക്കിയിൽ സ്പേസ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഇത്ര വെറുതെ പറയാട്ടോ. എന്നാ പോ, കൈവേലെടുക്കുന്ന പോ ഗൈസ്. ഗൈസ്, ഭയങ്കര ടയറിംഗ് ആയിരുന്നു. ഫൈനലി വീട്ടിലെത്തി. ഇപ്പം എത്തി വീട്ടിൽ കയറിയിട്ടുള്ളൂ. എന്താ ലേറ്റ് ആയെന്നറിയോ? നമ്മളെ ഇളയമ്മേൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. സിന്ധു, കണ്ണൂർ, താവക്കര, അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടയർഡായി, മേലൊക്കെ വേദനയാണ്. അത് സാധാരണ ഷോപ്പിങ്ങിന് ഭയങ്കര വേറെ എടുക്കുമല്ലോ. പക്ഷെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോന്റെ സ്ഥലവും കാര്യങ്ങളും പിന്നെ ഓരോ മൊമെന്റ്സ് ആരെങ്കിലും ഷൂട്ട് ചെയ്യുന്നുണ്ടോ അല്ല ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാനൊക്കെ എടുത്ത അങ്ങനെ വലിയ എടുത്താണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ പറ, എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ വെച്ചാല് അല്ല, വെറുതെ നല്ലതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെ ഇത് പറ, എന്തെങ്കിലും അങ്ങനെ എന്തായിരുന്നു പറ. ഇതുവരെ ചെയ്യാത്തോണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് നല്ല ഉണ്ടായിരുന്നു. കൊച്ചോ അത്യാവശ്യം ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചല്ലേ? അതെ അതെ, നല്ല സത്യം പറയാം, നല്ല ചമ്മലുണ്ടായിരുന്നു. കാരണം കേറി നമ്മൾ വിചാരിച്ചു ഇത് കുറച്ച് കോമൺ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അത്ര നമ്മൾ ഫ്ലോപ്പ് ആയി പോകുന്ന വിചാരിച്ച് പോയതാട്ടോ. നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിന്, അത്യാവശ്യം ആൾക്കാരൊക്കെ വിചാരിച്ചിട്ടുണ്ട് എവിടുന്നാടാ ഇവന്മാര് വന്നത് കയറിയതെന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ ഷോപ്പ് ചെയ്തു. നമ്മൾ തമ്മിൽ കണ്ടാൽ മനസ്സിലാവും. കുറേ ഷോപ്പ് ചെയ്തു. അതൊന്നും കാണിക്കാനുള്ള ഒരു സാവകാശം ഇപ്പം ഇല്ല, തീരെ വയ്യ. അതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഇനി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണം. വേറെ പറയണ്ടോ? അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ളും കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഉറപ്പായി ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഔട്ട്രോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഫുൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ചെയ്യണം. ഇപ്പം എനിക്ക് തോന്നുന്നു വളരെ കുറവാണ്, 92 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടേ ഉള്ളൂ. കൂടിനോന്ന് അറിയില്ല. ഒരു ഷോർട്സ് ഇന്ന് ഉച്ചക്കൂടെ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഷോർട്സ് ഒക്കെ കാണുക. ഷോർട്സ് ഉണ്ടാവും, ഒരു ഒന്നരാട് ഉണ്ടാവും. ഒരു ദിവസം ഇടവിട്ടിട്ട് നമ്മൾ ഷോർട്സ് ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം കാണാൻ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും നമ്മളെ പോരായ്മകളുണ്ട്, കാരണം ആദ്യമായിട്ടാണല്ലോ നമ്മളിതിപ്പോൾ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. അതുകൊണ്ട് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പറയുക, കമൻസിൽ അറിയിക്കുക. നമ്മളത് തിരുത്തുന്നതായിരിക്കും, അത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ, ടാറ്റാ.